ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഗ്രേറ്റ് റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? 1688 ഇംഗ്ലണ്ടിൽ നടക്കുന്ന റെവല്യൂഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗ്രേറ്റ് റെവല്യൂഷൻ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, എന്താണ്? 1688 ഇംഗ്ലണ്ടിൽ നടക്കുന്ന റെവല്യൂഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗ്രേറ്റ് റെവല്യൂഷൻ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഗ്രേറ്റ് റെവല്യൂഷന്റെ മറ്റൊരു പേരാണെന്തെന്ന് പറയുന്നത് ഗ്ലോറിയസ് റെവല്യൂഷൻ എന്ന് നമ്മൾ പറയും. ഗ്ലോറിയസ് റെവല്യൂഷൻ എന്ന് പറയുന്നതും ദെൻ ബ്ലഡ് ഷെഡ് റെവല്യൂഷൻ എന്ന് പറയുന്നതും, ബ്ലഡ് ഷെഡ് റെവല്യൂഷൻ എന്ന് പറയുന്നതും എന്തിനെ തന്നെയാണ്? ഗ്രേറ്റ് റെവല്യൂഷനെ തന്നെയാണ്. ഓക്കെ, അപ്പൊ പഠിക്കുക, 1688 ഇംഗ്ലണ്ടിൽ നടക്കുന്ന റെവല്യൂഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗ്രേറ്റ് റെവല്യൂഷൻ എന്ന് പറയുന്നത്. ഗ്രേറ്റ് റെവല്യൂഷന്റെ മറ്റു പേര് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ എന്തൊക്കെയാണ്? ഗ്ലോറിയസ് റെവല്യൂഷൻ എന്നും ബ്ലഡ് ഷെഡ് റെവല്യൂഷൻ എന്നൊക്കെ അറിയപ്പെടുന്ന എന്താണ്? ഈ പറയുന്ന ഗ്രേറ്റ് റെവല്യൂഷൻ ആണ്. ഓക്കെ, ദെൻ ഗ്ലോറിയസ് റെവല്യൂഷൻ എന്ന് ഗ്രേറ്റ് റെവല്യൂഷനെ വിളിച്ചിരിക്കുന്ന ആരാണ് വിളിച്ചേക്കുന്നത്? ജോൺ ഹാംപ്ടൺ എന്ന് പറഞ്ഞ ആളാണ്. ഓക്കെ, ജോൺ ഹാംപ്ടൺ എന്ന് പറഞ്ഞ ആളാണ് എന്ത് വിളിച്ചേക്കുന്നത്? ഈ ഗ്രേറ്റ് അല്ലെങ്കിൽ ഗ്രേറ്റ് റെവല്യൂഷനെ ഗ്ലോറിയസ് റെവല്യൂഷൻ എന്ന് കോയിൻ ചെയ്ത ആരാണ്? ജോൺ ഹാംപ്ടൺ എന്ന് പറഞ്ഞ വ്യക്തിയാണ്. അപ്പൊ ഞാൻ പോയിന്റ്സ് ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. 1688 ഇംഗ്ലണ്ടിൽ നടക്കുന്ന ഒരു റെവല്യൂഷൻ ആണ് എന്തെന്ന് പറയുന്നത്? ഗ്രേറ്റ് റെവല്യൂഷൻ എന്ന് പറയുന്നത്. ഗ്രേറ്റ് റെവല്യൂഷന്റെ മറ്റു പേരെന്താണ്? ഗ്ലോറിയസ് റെവല്യൂഷൻ എന്നും ബ്ലഡ് ഷെഡ് റെവല്യൂഷൻ എന്നൊക്കെ അറിയപ്പെടുന്ന എന്താണ്? ഗ്രേറ്റ് റെവല്യൂഷൻ ആണ്. ദെൻ ഈ ഗ്രേറ്റ് റെവല്യൂഷനെ ഗ്ലോറിയസ് റെവല്യൂഷൻ എന്ന് വിളിച്ചതാരാൻ ചോദിച്ചാൽ ആരാണ്? ജോൺ ഹാംപ്ടൺ എന്ന് പറഞ്ഞ ആളാണ് എന്ത് ചെയ്തേക്കുന്നത്? ഇതിനെ എന്ത് വിളിച്ചേക്കുന്നത്? ഗ്ലോറിയസ് റെവല്യൂഷൻ എന്ന് വിളിച്ചേക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്. ഈ സമയത്ത് റൂളർ ആരാൻ ചോദിച്ചാൽ ആരാണ്? ജെയിംസ് സെക്കൻഡ് ആണ് എന്തെന്ന് പറയുന്നത്? ജെയിംസ് സെക്കൻഡ് ആണ് ഈ സമയത്ത് എന്ത് ചെയ്യുന്ന? ഇംഗ്ലണ്ട് റൂൾ ചെയ്തേക്കുന്ന റൂളർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ 1688 ഇംഗ്ലണ്ടിൽ നടന്ന റെവല്യൂഷൻ ആണ് ഗ്ലോറിയസ് റെവല്യൂഷൻ എന്ന് പറയുന്നത്. ഗ്ലോറിയസ് റെവല്യൂഷന്റെ മറ്റു പേരുകളാണ് എന്ത്? ഗ്രേറ്റ് റെവല്യൂഷൻ എന്നും പറയുന്നുണ്ട്, ബ്ലഡ് ഷെഡ് റെവല്യൂഷൻ എന്നും പറയുന്നുണ്ട്. ഈ 1688 ഉണ്ടായ ഈ വിപ്ലവത്തെ ഗ്ലോറിയസ് റെവല്യൂഷൻ എന്ന് വിളിച്ചാരാണ്? ജോൺ ഹാംപ്ടൺ എന്ന് പറഞ്ഞ ആളാണ് അങ്ങനെ വിളിച്ചിട്ടുള്ളത്. ഈ റെവല്യൂഷൻ നടക്കുന്ന സമയത്ത് ആരായിരുന്നു റൂളർ എന്ന് ചോദിച്ചാൽ ആരാണ്? ജെയിംസ് സെക്കൻഡ് ആണ് ആ സമയത്ത് എന്ത് ചെയ്തേക്കുന്നത്? ഇംഗ്ലണ്ടിലെ റൂളർ എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ്. ദെൻ നെക്സ്റ്റ് പോയിന്റ്, എന്തൊക്കെയാണ് ഈ ഒരു റെവല്യൂഷന്റെ ഔട്ട്കംസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഈ റെവല്യൂഷന്റെ ഔട്ട്കംസ്? എന്തൊക്കെയാണ് ഈ റെവല്യൂഷന്റെ ഔട്ട്കം എന്ന് പറയുന്നത്? ഇംഗ്ലണ്ടിൽ എന്ത് ചെയ്തു? ഒരു ഡെസ്പോട്ടിക് റൂൾ എന്ത് ചെയ്തു? എൻഡ് ചെയ്തു. ഒന്നാമത്തെ ഔട്ട്കം എന്ന് പറയുന്നത് ഡെസ്പോട്ടിക് റൂൾ. ഇംഗ്ലണ്ടില് ഡെസ്പോട്ടിക് അല്ലെങ്കിൽ ഒരു മൊണാർക്കി, ഒരു അബ്സല്യൂട്ട് മൊണാർക്കി എൻഡ് ആയത് ഏത് റെവല്യൂഷൻ വഴിയാണെന്ന് ചോദിച്ചാൽ ഏത് റെവല്യൂഷൻ വഴിയാണ്? ഗ്രേറ്റ് റെവല്യൂഷൻ ഓഫ് 1688 വഴിയാണ്. ദെൻ അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഔട്ട്കം ആണ് എന്തെന്ന് പറയുന്നത്? ഒരു ഡെമോക്രാറ്റിക് പാർലമെന്റ്. നമുക്ക് ഇന്നറിയാം, നമ്മൾ ഇന്ന് ഇന്ത്യയിൽ കാണുന്നതും ബ്രിട്ടനിൽ കാണുന്നതുമായിട്ടുള്ള പാർലമെന്റ് ആണ് എന്തെന്ന് പറയുന്നത്? ഡെമോക്രാറ്റിക് പാർലമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു ഡെമോക്രാറ്റിക് പാർലമെന്റ് എസ്റ്റാബ്ലിഷ്ഡ് ആയതും ഏതിലൂടെയാണ്? ഈ പറയുന്ന ഗ്രേറ്റ് റെവല്യൂഷനിലൂടെയാണ്. അപ്പൊ നമ്മൾ രണ്ടാമത്തെ ഔട്ട്കം ആയിട്ട് നമ്മൾ പഠിക്കുന്നത് എന്താണ്? ഡെമോക്രാറ്റിക് പാർലമെന്റ്, എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഡെമോക്രാറ്റിക് പാർലമെന്റ്. ഇതും ഏതുവഴിയാണ് വന്നേക്കുന്നത്? ഈ പറയുന്ന ഗ്രേറ്റ് റെവല്യൂഷനിലൂടെയാണ്. ഓക്കെ, അപ്പൊ ഗ്രേറ്റ് റെവല്യൂഷന്റെ രണ്ട് ഔട്ട്കംസ് നമ്മൾ പറഞ്ഞു. ഒന്നാമത്തെ ഔട്ട്കം എന്താണ്? ഇംഗ്ലണ്ടില് എന്താണ്? സ്റ്റുവർട്ട് കിങ്സിന്റെ എന്ത് ചെയ്യുന്നു? ഡെസ്പോട്ടിക് റൂൾ എൻഡ് ആവുന്നത് ഏത് റെവല്യൂഷനിലൂടെയാണ്? ഗ്രേറ്റ് റെവല്യൂഷനിലൂടെയാണ്. ദെൻ എന്ത് ചെയ്യുന്നു? ഒരു ഡെമോക്രാറ്റിക് പാർലമെന്റ് സംവിധാനം ഇംഗ്ലണ്ടിൽ ഒറിജിനേറ്റ് ചെയ്യുന്നതും ഏതിലൂടെയാണ്? ഈ പറയുന്നതിലൂടെയാണ്. ഓക്കെ, ദെൻ ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു ഔട്ട്കം എന്ന് പറഞ്ഞാൽ എന്താണ്? ആ സമയത്തെ കത്തോലിക് കിങ് ആയിട്ടുള്ള ജെയിംസ് സെക്കൻഡിനെ എന്ത് ചെയ്യുന്നു? ഓവർത്രോൺ ചെയ്തുകൊണ്ട് ജെയിംസ് സെക്കൻഡിനെ എന്ത് ചെയ്യുന്നു? അധികാരത്തിൽ നിന്ന് പുറത്താക്കിയിട്ട് ജെയിംസ് സെക്കൻഡിന്റെ മകളായിട്ടുള്ള എന്ത് ചെയ്യുന്നു? മേരി സെക്കൻഡിന്റെ ഹസ്ബൻഡ് ആയിട്ടുള്ള വില്യം തേർഡും എന്ത് ചെയ്യുന്നു? അധികാരത്തിൽ വരുന്നു. വില്യം തേർഡ് എന്ന് പറഞ്ഞാൽ കിങ് ഓഫ് ഓറഞ്ച് ആണ്. ഓറഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹോളണ്ടിലെ കിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓറഞ്ച് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോ എന്തൊക്കെയാണ് ഔട്ട്കംസ്? എന്ത് ചെയ്തു? സ്റ്റുവർട്ട് കിങ്സിന്റെ ഡെസ്പോട്ടിക് റൂൾ എൻഡായി. ദെൻ രണ്ടാമത്തെ സംഗതിയാണ് എന്തെന്ന് പറയുന്നത്? ഒരു ഡെമോക്രാറ്റിക് പാർലമെന്റ് സംവിധാനം അല്ലെങ്കിൽ ഒരു പാർലമെന്റിന്റെ സൂപ്രമസി എസ്റ്റാബ്ലിഷ്ഡ് ആയതും ഏതിലൂടെയാണ്? ഈ പറയുന്ന ഗ്രേറ്റ് റെവല്യൂഷനിലൂടെയാണ്. പിന്നെ എന്ത് ചെയ്തു? ജെയിംസ് സെക്കൻഡ് എന്ന് പറഞ്ഞ് സ്റ്റുവർട്ട് കിങ്ങിനെ എന്ത് ചെയ്തു? മാറ്റിയിട്ട്, അദ്ദേഹം ഒരു കത്തോലിക്ക സഭ വിശ്വാസക്കാരനാണ്. ഇദ്ദേഹത്തെ എന്ത് ചെയ്തു? ഓവർത്രോൺ ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന്റെ മകളായിട്ടുള്ള മേരി ടു, ദെൻ മേരി ടുവിന്റെ ഹസ്ബൻഡ് ആയിട്ടുള്ള വില്യം തേർഡും കൂടെ എന്ത് ചെയ്യുന്നു? ഇവിടെ എന്ത് ചെയ്യുന്നു? ഈ ജെയിംസ് സെക്കൻഡിന് പകരം അവിടെ റൂളർ ആയിട്ട് വരുന്നു. ഇത്രയാണ് ഇതിന്റെ ഫേമസ് ഔട്ട്കം എന്ന് പറയുന്നത്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഔട്ട്കം എന്ന് പറഞ്ഞാൽ എന്താണ്?
ഒരു ഡെമോക്രാറ്റിക് പാർലമെന്റ് ഇംഗ്ലണ്ടിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയത് ഏതിലൂടെയാണെന്ന് ചോദിച്ചാൽ ഏതിലൂടെയാണ്? ഈ പറയുന്ന ഗ്ലോറിയസ് റെവല്യൂഷൻ അല്ലെങ്കിൽ ഗ്രേറ്റ് റെവല്യൂഷനിലൂടെയാണ്. കാരണം ഡെമോക്രാറ്റിക് പാർലമെന്റ് ഉണ്ടായത് എങ്ങനെയാണ്? ഈ പറഞ്ഞ മേരി സെക്കൻഡും വില്യം തേർഡും എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന ഇംഗ്ലണ്ടിന്റെ റൂളേഴ്സ് ആയിട്ട് വരുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു? പാർലമെന്റിൽ ഒരു ബില്ല് പാസ്സാക്കുന്നു. ആ ബില്ലിന്റെ പേരാണ് എന്തെന്ന് പറയുന്നത്? ബിൽ ഓഫ് റൈറ്റ്സ് എന്ന് നമ്മൾ പറയും. ഓക്കെ, ബിൽ ഓഫ് റൈറ്റ്സ്. ഞാൻ എവിടെയെങ്കിലും എഴുതുന്ന കാണാൻ പറ്റുന്നില്ല, പറയണേ. ബിൽ ഓഫ് റൈറ്റ്സ് എന്ന് നമ്മൾ പറയും. ഓക്കെ, ബിൽ ഓഫ് റൈറ്റ്സ് പാസ്സായത് എന്നാണ്? 1889 എന്ത് വരുന്നത്? 1689 എന്ത് വരുന്നത്? ബിൽ ഓഫ് റൈറ്റ്സ് വരുന്നത്. ഓക്കെ, ഈ ബിൽ ഓഫ് റൈറ്റ്സിലൂടെയാണ് എന്ത് കിട്ടിയത്? പാർലമെന്റിന് സൂപ്രമസി കിട്ടിയത്. നമുക്ക് അങ്ങനെയും ചോദിക്കാം, ഏത് ആക്ടിലൂടെയാണ് ഇംഗ്ലണ്ടിലെ പാർലമെന്റിന് സൂപ്രമസി അല്ലെങ്കിൽ ഇംഗ്ലണ്ടിൽ ഒരു ഡെമോക്രാറ്റിക് പാർലമെന്റ് സംവിധാനം എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടത് ഏത് ആക്ടിലൂടെയാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ബിൽ ഓഫ് റൈറ്റ്സ് ഓഫ് 1689. ഈ ആക്ട് സൈൻ ചെയ്ത ആരൊക്കെയാണ്? മേരി സെക്കൻഡും വില്യം തേർഡുമാണ് സൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ആക്ടിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? ബ്രിട്ടീഷിൽ ഒരു ഡെമോക്രാറ്റിക് പാർലമെന്ററി സംവിധാനം എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് വരുന്നത്. ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? മനസ്സിലായോ? അപ്പൊ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ ഇത്രയൊക്കെയാണ്. 1688 ഇംഗ്ലണ്ടിൽ നടക്കുന്ന റെവല്യൂഷൻ ആണ് എന്തെന്ന് പറയുന്നത്? ഗ്രേറ്റ് റെവല്യൂഷൻ എന്ന് പറയുന്നത്. ഗ്രേറ്റ് റെവല്യൂഷന്റെ മറ്റു പേരുകളാണ് എന്തൊക്കെയെന്ന് പറയുന്നത്? ഗ്ലോറിയസ് റെവല്യൂഷൻ എന്നും ബ്ലഡ് ഷെഡ് റെവല്യൂഷൻ എന്നൊക്കെ അറിയപ്പെടുന്ന ഏതിനെയാണ്? ഗ്രേറ്റ് റെവല്യൂഷനെയാണ്. ഗ്രേറ്റ് റെവല്യൂഷനെ ഗ്ലോറിയസ് റെവല്യൂഷൻ എന്ന് വിളിച്ചാരാൻ ചോദിച്ചാൽ ആരാണ്? ജോൺ ഹാംപ്ടൺ എന്ന് പറയുന്ന ആളാണ് ഈ പറയുന്ന ഗ്രേറ്റ് റെവല്യൂഷനെ എന്ത് വിളിച്ചേക്കുന്നത്? ഗ്ലോറിയസ് റെവല്യൂഷൻ എന്ന് വിളിച്ചേക്കുന്നത്. ദെൻ ഗ്രേറ്റ് റെവല്യൂഷൻ നടക്കുന്ന സമയത്ത് ഇംഗ്ലണ്ടിലെ റൂളർ ആരാൻ ചോദിച്ചാൽ ആരാണ്? ജെയിംസ് സെക്കൻഡ് ആണ്. ഇനി നമ്മളോട് ചോദിക്കാം, ഈ ഗ്രേറ്റ് റെവല്യൂഷന്റെ പ്രധാനപ്പെട്ട ഔട്ട്കംസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ എന്തൊക്കെയാണ്? ഒന്ന് എന്ത് ചെയ്തു? സ്റ്റുവർട്ട് കിങ്സ്. ഓക്കെ, ഇംഗ്ലണ്ടിൽ ആ സമയത്ത് കത്തോലിക്ക വിശ്വാസക്കാരാണ് ആരെന്ന് പറയുന്നത്? സ്റ്റുവർട്ട് കിങ്സ് എന്ന് പറയുന്നത്. ആ സ്റ്റുവർട്ട് കിങ്സിന്റെ ഡെസ്പോട്ടിക് റൂൾ അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ അബ്സല്യൂട്ട് മൊണാർക്കി എൻഡ് ആവുന്നത് ഏതിലൂടെയാണ്? ഈ പറയുന്ന ഗ്രേറ്റ് റെവല്യൂഷനിലൂടെയാണ്. പിന്നെ എന്ത് ചെയ്തു? പാർലമെന്റിന്റെ സൂപ്രമസിയിലൂടെ എന്ത് ചെയ്യുന്നു? ഡെമോക്രാറ്റിക് പാർലമെന്റ് സംവിധാനം എസ്റ്റാബ്ലിഷ്ഡ് ആയതും ഏതിലൂടെയാണ്? ഈ പറയുന്ന ഗ്ലോറിയസ് റെവല്യൂഷനിലൂടെയാണ്. പിന്നെ എന്ത് ചെയ്യുന്നു? ജെയിംസ് സെക്കൻഡിനെ ഓവർത്രോൺ ചെയ്തുകൊണ്ട് മേരി സെക്കൻഡും വില്യം തേർഡും എന്തായിട്ട് വരുന്നു? ഇംഗ്ലണ്ടിന്റെ റൂളേഴ്സ് ആയിട്ട് വരുന്നു. ദെൻ പാർലമെന്റിന് സൂപ്രമസി കൊടുത്ത ആക്ട് ഏതാന്ന് ചോദിച്ചാൽ ഏതാണ്? ബിൽ ഓഫ് റൈറ്റ്സ് 1689 ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ? മനസ്സിലായോ? സെറ്റ് ആയിട്ട് ക്ലിയർ ആയോ? ഓക്കെ ആണോ? അപ്പൊ ഇതാണ് ഗ്ലോറിയസ് റെവല്യൂഷന്റെ നട്ട്ഷെൽ എന്ന് പറയുന്നത്. ഓക്കെ, ജസ്റ്റ് ഇത്രയും കാര്യങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഗ്ലോറിയസ് റെവല്യൂഷൻ എങ്ങനെയാണ് ഉണ്ടായതെന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? നോക്കാനായിട്ട് പോവുകയാണ്. ഓക്കെ, ആക്ച്വലി ഗ്ലോറിയസ് റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ മേരി തേർഡും വില്യം തേർഡും കൂടെ എന്ത് ചെയ്യുന്നു? ഇംഗ്ലണ്ടിലേക്ക് അധികാരം പിടിക്കാനായിട്ട് വരുമ്പോൾ എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന ജെയിംസ് സെക്കൻഡ് എന്ന് പറഞ്ഞ കിങ് എങ്ങോട്ടേക്ക് പോകുന്നു? നമ്മുടെ ഫ്രാൻസിലേക്ക് പലായനം ചെയ്യുന്നു, ഒരു റെസിസ്റ്റൻസും കാണിക്കാതെ. അതുകൊണ്ടാണ് ഇതിനെ എന്തെന്ന് വിളിക്കുന്നത്? ബ്ലഡ് ഷെഡ് റെവല്യൂഷൻ എന്ന് പറയുന്നത്. ആക്ച്വലി എന്തുണ്ട്? ഒരുപാട് ബ്ലഡ് ഷെഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നാലും അതിന്റെ ഒരു ഫൈനൽ റിസൾട്ട് വരുന്ന സമയത്ത് എന്തില്ല? യാതൊരു വിധമായിട്ടുള്ള ബ്ലഡ് ഷെഡ് ഇല്ല, ഒരു ഒപ്പോസും ഇല്ലാതെ എന്ത് ചെയ്യുന്നു? ജെയിംസ് സെക്കൻഡ് ഫ്രാൻസിലേക്ക് പോവുകയാണ്. കാര്യം നമുക്കറിയാം, ഫ്രാൻസിൽ ആ സമയത്ത് ലൂയി 14 ആണുള്ളത്. ലൂയി 14 എന്ന് പറഞ്ഞാൽ ഒരു കത്തോലിക്കൻ സപ്പോർട്ടർ ആണ്. സോ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? അദ്ദേഹത്തിന്റെ അടുത്തേക്ക് എന്ത് ചെയ്യാണ്? ജെയിംസ് സെക്കൻഡ് അങ്ങോട്ടേക്ക് എന്ത് ചെയ്യാണ്? മൂവ് ചെയ്യാണ്. ക്ലിയർ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ? ഇത്രയും കാര്യങ്ങൾ എഴുതിയെടുത്തോ? ഇത്രയും കാര്യങ്ങൾ പക്കാ സെറ്റ് ആണോ? പറഞ്ഞാട്ടെ. ഓക്കെ, ഡൗട്ട് ഉണ്ടോ എന്തെങ്കിലും? ഓക്കെ, ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ഞാനിവിടെ ഒന്ന് വിയർക്കുകയാണ്. ഓക്കെ, ലൈറ്റ് അടിച്ചിട്ട്. ഒരു പരീക്ഷണമാണ് ഈ ഒരു ക്ലാസ് എഫക്റ്റീവ് ആണോ എന്നുള്ളത്. ഓക്കെ, ഈ ഒരു രീതി ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? മറ്റേനേക്കാളും നന്നായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? പറഞ്ഞോ. ഇതാണ് കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിട്ട് തോന്നണം, എനിക്ക് തോന്നിയത്. ഓക്കെ ഓക്കെ ഓക്കെ, ശരി, നോക്കാം. ഇതാവുമ്പോ ഒരു കുഴപ്പമുള്ളൂ, ഞാനിങ്ങനെ കുറെ നേരം നിൽക്കണമെന്നേ ഉള്ളൂ. മറ്റേതാകുമ്പോൾ ഇരിക്കാം, അത്രേ ഉള്ളൂ അഡ്വാൻറ്റേജ്. ഓക്കെ, ശരി. നമുക്ക് എന്തായാലും വേൾഡ് ഹിസ്റ്ററി നമുക്ക് എന്ത് ചെയ്യണം? ഓക്കെ, വേൾഡ് ഹിസ്റ്ററി നമുക്ക് കംപ്ലീറ്റ് മാർക്ക്. ഓക്കെ, എന്താ പറയുന്നത്? രാഹുൽ KR. ഓക്കെ, നല്ല എഫക്റ്റീവ് ആണ്. ഓക്കെ, ഫൈൻ. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിന്റെ ബാക്ക്ഡ്രോപ്പ് നമ്മൾ നോക്കും. ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് എന്താണ്? ഒരു ഫാക്ട് പോലെ ഞാൻ പറഞ്ഞതാണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ മിനിമം എന്തറിഞ്ഞിരിക്കണം? ഗ്രേറ്റ് റെവല്യൂഷനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിന്റെ ഇനി ബാക്ക്ഡ്രോപ്പ് നമ്മൾ നോക്കുന്നു. ബാക്ക്ഡ്രോപ്പ്. ഓക്കെ, അപ്പൊ നമുക്കറിയാം 1600 ഇംഗ്ലണ്ട് റൂൾ ചെയ്തുകൊണ്ടിരുന്ന ആരാണ്? 1600 ഇംഗ്ലണ്ട് റൂൾ ചെയ്തുകൊണ്ടിരുന്നയാണ് ആരെന്ന് പറയുന്നത്? ക്യൂൻ എലിസബത്ത്. ഓക്കെ, ക്യൂൻ എലിസബത്തിന് എന്തില്ല? മക്കൾ ആരുമില്ല. ഉണ്ടോ? ഇല്ല, മക്കൾ ആരുമില്ല. അതുകൊണ്ട് ഈ ക്യൂൻ എലിസബത്തിന്റെ ഡെത്തിന് ശേഷം ഇംഗ്ലണ്ടിന്റെ റൂളറായിട്ട് വരുന്ന ആളാണ് ആരെന്ന് പറയുന്നത്?
ജെയിംസ് ഫസ്റ്റ്. ഓക്കെ, ജെയിംസ് ഫസ്റ്റ്. ജെയിംസ് ഫസ്റ്റിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് 1603 മുതൽ 1625 വരെയാണ് ആടെ കാലഘട്ടം എന്ന് പറയുന്നത്, ജെയിംസ് ഫസ്റ്റിന്റെ കാലഘട്ടം. ഈ ഒരു സ്റ്റോറി നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോഴത്തേനും പിന്നെ നമുക്ക് ഈ പറയുന്ന ഗ്ലോറിയസ് റെവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് ഡിസ്ക്രിപ്റ്റീവ് എക്സാം ആയിക്കോട്ടെ, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ആയിക്കോട്ടെ, MCQ ആയിക്കോട്ടെ, എന്തായാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാൻ പറ്റും. നമ്മൾ എടുക്കുന്ന ഓരോ ടോപ്പിക്കും നിങ്ങൾക്ക് 100% നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എങ്ങനെ കോംപ്ലക്സ് ആയിട്ട് ചോദിച്ചാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കുന്നു ക്യൂൻ എലിസബത്തിന് ശേഷം ആര് വരുന്നു, ജെയിംസ് ഫസ്റ്റ് എന്ത് ചെയ്യുന്നു, ഇംഗ്ലീഷിന്റെ ത്രോണിലേക്ക് വരുന്നു. ഓക്കെ, ജെയിംസ് ഫസ്റ്റിന്റെ പ്രധാന പ്രശ്നങ്ങൾ നമുക്കറിയാം. ഏതൊരു കിങ്ഡത്തിനും സർവൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് ആവശ്യം എന്താണ്, പൈസയാണ് ആവശ്യം, അല്ലെ? അപ്പൊ ഈ പൈസ എങ്ങനെ കിട്ടും അവർക്ക്? പൈസ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ടാക്സ് എന്ത് ചെയ്യണം, ഇംപ്ലിമെന്റ് ചെയ്യണം. അപ്പോൾ ടാക്സ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഇവർ പലതരത്തിലുള്ള എന്ത് ചെയ്യും, ആക്ടുകളും കൊണ്ടുവരും. ഈ ജെയിംസ് ഫസ്റ്റ് എന്ത് ചെയ്തു, അങ്ങനെ അതുപോലെ ടാക്സ് കളക്ഷന് വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, പലതരത്തിലുള്ള ആക്ടുകളും പാർലമെന്റിന്റെ സമ്മതം ഇല്ലാതെ എന്ത് ചെയ്തു, പല മെഷേഴ്സും എന്ത് ചെയ്തു, ഇദ്ദേഹം അഡോപ്റ്റ് ചെയ്തു. അപ്പൊ പാർലമെന്റിന്റെ സമ്മതം ഇല്ലാതെ വരുമ്പോൾ എന്ത് ചെയ്യും, പാർലമെന്റ് എന്ത് ചെയ്യും, ജെയിംസ് ഫസ്റ്റിനെ വെറുക്കും. ആക്ച്വലി അതെന്താണ്, ഒരു മൊണാർക്കി സ്റ്റേറ്റ് ആണ്, അല്ലെ? പാർലമെന്റ് അവിടെ ഉണ്ട്, അല്ലെ? പാർലമെന്റ് ഉണ്ടെങ്കിലും എന്ത് ചെയ്യുന്നില്ല, പാർലമെന്റിന്റെ സമ്മതം ചോദിക്കാതെ എന്ത് ചെയ്യുന്നു, ജെയിംസ് ഫസ്റ്റ് ചില എന്ത് ചെയ്യുന്നു, ടാക്സ് പോളിസീസ് കൊണ്ടുവരുന്നു. ഈ ടാക്സ് പോളിസീസ് എന്ത് ചെയ്യുന്നു, പാർലമെന്റിനെ വെറുപ്പിക്കുന്നു. ദെൻ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു പ്രോ സ്പാനിഷ് അപ്രോച്ച് ആയിരുന്നു ഇദ്ദേഹത്തിന്റെ. ഓക്കെ, ഒരു പ്രോ സ്പാനിഷ് അപ്രോച്ച് ആയിരുന്നു. ഓക്കെ, പ്രോ സ്പാനിഷ് അപ്രോച്ച് ആയതുകൊണ്ട് ആക്ച്വലി അന്ന് ഇംഗ്ലണ്ടില് രണ്ട് വിശ്വാസികളുള്ള, ഒന്ന് കത്തോലിക്കൻസ് എന്നും പറയും, രണ്ടെന്താണ്, പ്രൊട്ടസ്റ്റൻസ് എന്നും പറയും. ഓക്കെ, ഈ പ്രോ സ്പാനിഷ് എന്ന് പറയുമ്പോൾ എന്താണ്, അവിടെ എന്തായിട്ട് മാറുവാണ്, അവരൊരു കത്തോലിക്കൻ ഒരു പ്രോ ആയിട്ട് മാറണം, അല്ലെങ്കിൽ കത്തോലിക്കൻ വിശ്വാസക്കാരാണ് ആരെന്ന് പറയുന്നത്, ജെയിംസ് ഫസ്റ്റ് എന്ന് പറയുന്നത്. ഈ രണ്ട് പോളിസീസ്, ഈ ടാക്സ് പോളിസീസ് അവിടുത്തെ പാർലമെന്റിനെയും വെറുപ്പിച്ചു, ഇവിടുത്തെ എന്താണ് പ്രോ സ്പാനിഷ് റൂള് ആരെയും വെറുപ്പിച്ചു, ചർച്ചിനെയും എന്ത് ചെയ്തു, ജെയിംസ് ഫസ്റ്റിനെ വെറുപ്പിച്ചു. പക്ഷെ വേറെ കാര്യങ്ങളൊന്നും ജെയിംസ് ഫസ്റ്റുമായിട്ട് ഓർക്കുന്നില്ല. എന്നാലും അവിടെ നിന്നാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു എന്താ പറയുന്നത്, ഈ ഫോറിൻ റൂൾ. ആക്ച്വലി ഈ ജെയിംസ് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഹോളണ്ടിലെ ഹോളണ്ടിലെ ആളാണ് ജെയിംസ് ഫസ്റ്റ് എന്ന് പറയുന്നത്. ക്യൂൻ എലിസബത്ത് ഇവരെ എന്ത് ചെയ്യുന്നു, അവരുടെ സക്സസർ ആക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഫോറിൻ റൂൾ വന്നപ്പോൾ തന്നെ എന്ത് ചെയ്തു, അദ്ദേഹത്തിന്റെ ടാക്സ് പോളിസീസും അദ്ദേഹത്തിന്റെ പ്രോ സ്പാനിഷ് അപ്രോച്ചും എന്ത് ചെയ്തു, ചർച്ചിനെയും പാർലമെന്റിനെയും വെറുപ്പിച്ചു. ഓക്കെ, ഇത്ര എന്ത് ചെയ്തോളൂ, ജെയിംസ് ഫസ്റ്റ് ചെയ്തോളൂ. ഈ ജെയിംസ് ഫസ്റ്റിന് ശേഷം നെക്സ്റ്റ് വരുന്ന ആളാണ് ആരെന്ന് പറയുന്നത്, ചാൾസ് ഫസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ചാൾസ് ഫസ്റ്റ് റൂൾ രാജാവാണ് എന്ത് ചെയ്യുന്നത്, അടുത്തയായിട്ട് വരുന്നത്. ഓക്കെ, ഈ ചാൾസ് ഫസ്റ്റിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് 1625 മുതൽ 1649 വരെയാണ് എന്തെന്ന് പറയുന്നത്, ചാൾസ് ഫസ്റ്റിന്റെ കാലഘട്ടം എന്ന് പറയുന്നത്. ഓക്കെ, ഈ ചാൾസ് ഫസ്റ്റ് എന്ത് ചെയ്തു, ഇതുകൂട്ട് എന്ത് ചെയ്തു, ഒന്നാമത് എന്ത് ചെയ്തു, പുള്ളിക്കാരൻ കുറച്ച് ടാക്സ് പോളിസീസ് എന്ത് ചെയ്തു, ഇംപ്ലിമെന്റ് ചെയ്തു. അപ്പൊ നമുക്കറിയാം, ഈ പാർലമെന്റിനോട് ചോദിക്കാതെ എന്തെങ്കിലും തരത്തിലുള്ള ടാക്സ് പോളിസീസ് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി എന്ത് ചെയ്യും, പാർലമെന്റ് പ്രശ്നം ഉണ്ടായിക്കൊണ്ട് വരും. ഓക്കെ, അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, അദ്ദേഹം 1629 എന്ത് ചെയ്യുന്നു, പാർലമെന്റിനെ അങ്ങ് പിരിച്ചുവിടും. 1629 പാർലമെന്റിനെ പിരിച്ചുവിടും. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യുന്നു, ഈ പാർലമെന്റിനെ പിരിച്ചുവിട്ടതിന് ശേഷം അദ്ദേഹത്തിന് എന്ത് വരുന്നു, സ്കോട്ട്ലൻഡുമായിട്ട് ഒരു യുദ്ധം ചെയ്യേണ്ടി വരുന്നുണ്ട്. ഓക്കെ, ആ യുദ്ധത്തിന് ശേഷം എന്ത് ചെയ്യുന്നു, പാർലമെന്റിനെ എഗെയിൻ എന്ത് ചെയ്യുന്നു, റീകൺവെൻ ചെയ്യുന്നു. ഓക്കെ, റീകൺവെൻ ചെയ്യുന്നതെന്ന് പറയുന്നത് 1640 എന്ത് ചെയ്യുന്നത്, റീകൺവെൻ ചെയ്യുന്നത്. അപ്പൊ റീകൺവെൻ ചെയ്തപ്പോൾ എന്ത് ചെയ്തു, പാർലമെന്റ് പറഞ്ഞു, ഇനി ഞങ്ങൾക്ക് എന്ത് വേണം, കുറച്ചും കൂടെ ഞങ്ങൾക്ക് അധികാരം വേണം, നിങ്ങൾക്ക് തോന്നുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഞങ്ങളെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനെ ഡിസോൾവ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അങ്ങനെ 1641 എന്ത് ചെയ്യുന്നു, ഡെസൊല്യൂഷൻ ആക്ട് എന്ന് പറഞ്ഞൊരു, ഓക്കെ, ഡെസൊല്യൂഷൻ ആക്ട് എന്ന് പറഞ്ഞൊരു ആക്ട് പാസ്സാക്കുന്നു. ഈ ആക്ടിലൂടെ എന്ത് ചെയ്യുന്നു, പാർലമെന്റ് ഇനി ഡിസോൾവ് ചെയ്യാൻ പറ്റത്തില്ല എന്നൊരു സ്ഥിതിയിലേക്ക് വരുന്നു. ഓക്കെ, അങ്ങനെ ഈ 1641 ഡെസൊല്യൂഷൻ ആക്ട്, അല്ലെങ്കിൽ ഇതിനെ നമ്മൾ ട്രൈനിയൽ ആക്ട് എന്ന് നമ്മൾ പറയുന്നുണ്ട്. ഈ ട്രൈനിയൽ ആക്ടിലൂടെ എന്ത് ചെയ്യുന്നു, ഇംഗ്ലണ്ടിൽ ലോങ് പാർലമെന്റ് എന്ന് പറഞ്ഞൊരു കാര്യം എന്ത് ചെയ്യുന്നു, എസ്റ്റാബ്ലിഷ് ചെയ്തു വരുന്നു, ലോങ് പാർലമെന്റ്. അപ്പൊ നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത്, ലോങ് പാർലമെന്റ് എന്ന് പറയുന്നത് ഏത് ആക്ടിലൂടെയാണ് വന്നതെന്ന് ചോദിച്ചാൽ ഏതാണ്, ട്രിനിയൽ ആക്ട് ഓഫ് 1641, അല്ലെന്നുണ്ടെങ്കിൽ എന്താണ്, ഡെസൊല്യൂഷൻ ആക്ട് ഓഫ് 1641. ഈ ആക്ടിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ലോങ് പാർലമെന്റ് നിലവിൽ വരുന്നത്. പിന്നെ ചോദിക്കാൻ പറ്റുന്ന ചോദ്യം എന്താണ്, ലോങ് പാർലമെന്റ് നിലവിൽ വരുന്ന ആടെ കാലഘട്ടത്തിലാണ് ചോദിച്ചാൽ, ആടെ കാലഘട്ടത്തിലാണ്, ചാൾസ് ഫസ്റ്റിന്റെ കാലഘട്ടത്തിലാണ്. കാര്യം നമുക്കറിയാം, ചാൾസ് ഫസ്റ്റിന്റെ കാലഘട്ടം, കാര്യം നമുക്ക് ഡൗട്ട് വരും, കുറെ ജെയിംസും ചാൾസും ഉണ്ട്. ചാൾസ് ഫസ്റ്റിന്റെ കാലഘട്ടത്തിലാണ് ലോങ് പാർലമെന്റ് വരുന്നതെന്നുള്ള കാര്യം നിങ്ങൾക്ക് ഒരിക്കലും മറക്കത്തില്ല. കാര്യം നമുക്കറിയാം, ഇദ്ദേഹം വന്നപ്പോൾ തന്നെ എന്ത് ചെയ്തു, കുറച്ച് ടാക്സിന്റെ പോളിസീസും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു. ദെൻ അവിടെ പാർലമെന്റിന്റെ ഓപ്പറേഷൻസ് ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി പാർലമെന്റിനെ പിരിച്ചുവിടുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, എഗെയിൻ സ്കോട്ട്ലൻഡുമായിട്ട് യുദ്ധം ഉണ്ടാകുമ്പോൾ പാർലമെന്റിന്റെ ആവശ്യകത വരുന്നു. അങ്ങനെ എന്ത് ചെയ്യുന്നു, പാർലമെന്റിനെ എഗെയിൻ എന്ത് ചെയ്യുന്നു, എഗെയിൻ റീകൺവെൻ ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന ഡെസൊല്യൂഷൻ ആക്ട് പാസ്സാക്കുന്നു. ആ ഡെസൊല്യൂഷൻ ആക്ടിലൂടെ എന്ത് ചെയ്യുന്നു, ലോങ് പാർലമെന്റ് നിലവിൽ വരുന്നു.
ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ? ഡൗട്ട് വല്ലതും ഉണ്ടോ? മോൻസൺ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ഡൗട്ട് ഉണ്ടോ എന്തെങ്കിലും ആർക്കെങ്കിലും? ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങൾ സെറ്റ് ആണോ? ഓക്കെ, ഡൗട്ട് വല്ലതും ഉണ്ടോ? ഓക്കെ, 1 സെക്കൻഡ്. ഓക്കെ, ഡേറ്റ് ഞാൻ കറക്റ്റ് ആണോ ഒന്ന് ചെക്ക് ചെയ്തോട്ടെ. ഓക്കെ, ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണല്ലോ? അപ്പൊ നമ്മൾ ചാൾസ് ഫസ്റ്റിലുള്ള കാര്യങ്ങൾ, ചാൾസ് ഫസ്റ്റിൽ ഓർക്കേണ്ട കാര്യങ്ങൾ, ലോങ് പാർലമെന്റ് വരുന്നത് ആരുടെ സമയത്താന്ന് ചോദിച്ചാൽ ആരുടെ സമയത്താണ്? ചാൾസ് ഫസ്റ്റിന്റെ സമയത്താണ്. ഡെസൊല്യൂഷൻ ആക്ട് പാസ്സാക്കുന്ന ആരുടെ സമയത്താന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ട്രൈനിയൽ ആക്ട് പാസ്സാക്കുന്ന ആരുടെ സമയത്ത് തന്നെയാണ്? ചാൾസ് ഫസ്റ്റിന്റെ സമയത്താണ്. 1641 ഇത് വരുന്നത്. ഓക്കെ, അങ്ങനെ ലോങ് പാർലമെന്റ് എന്ത് ചെയ്യുന്നു? പാർലമെന്റിൽ ലോങ് പാർലമെന്റ് എവിടെ വരുന്നു? ബ്രിട്ടനിൽ വരുന്നു. അപ്പോ എന്ത് ചെയ്തു? ചാൾസ് ഫസ്റ്റിന്റെ ഏകദേശം പവർ ഒക്കെ എന്ത് ചെയ്തു? നശിച്ചു തുടങ്ങി. ആ സമയത്ത് എന്ത് ചെയ്യുന്നു? പാർലമെന്റിൽ എന്ത് ചെയ്യുന്നു? ചെറിയൊരു ഡിവിഷൻ വരുന്നു. ഓക്കെ, ആ ഒരു ഡിവിഷൻ വന്നു കഴിയുമ്പോഴത്തേനും എന്ത് ചെയ്യുന്നു? ഈ ചാൾസ് ഫസ്റ്റ് എന്ത് ചെയ്യുന്നു? എഗെയിൻ ആ ഒരു ടൈം എന്തായിട്ട് എടുക്കുന്നു? ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് എടുത്തിട്ട് പാർലമെന്റിനെ എന്ത് ചെയ്യാൻ നോക്കുന്നു? പാർലമെന്റിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് നോക്കുന്നു. ഓക്കെ, അപ്പൊ പാർലമെന്റ് എന്ത് ചെയ്യുന്നു? ഈ ഒരു ചാൾസ് ഫസ്റ്റിന്റെ ആ ഒരു ഇന്റൻഷൻ മനസ്സിലാക്കിയിട്ട് പാർലമെന്റ് എന്ത് ചെയ്യുന്നു? ഒരു ആക്ട് പാസ്സാക്കുന്നു. അതാണ് ഒരു ഓർഡിനൻസ് പാസ്സാക്കുന്നു. ആ ഓർഡിനൻസിന്റെ പേരാണ് മിലിഷ്യ ഓർഡിനൻസ് എന്ന് നമ്മൾ പറയും. ഓക്കെ, മിലിഷ്യ ഓർഡിനൻസ്. മിലിഷ്യ ഓർഡിനൻസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, മിലിഷ്യ ഓർഡിനൻസിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? പാർലമെന്റിന് എന്ത് ചെയ്യുന്നത്? ആദ്യമായിട്ട് ഒരു ആർമി എസ്റ്റാബ്ലിഷ്ഡ് ആവുന്നത് ആരുടെ നേതൃത്വത്തിൽ? ഒലിവർ ക്രോംവെല്ലിന്റെ നേതൃത്വത്തിൽ. ഓക്കെ, അതുകൊണ്ട് ഓർത്തിരിക്കുക, ഒലിവർ ക്രോംവെല്ല്. ഓക്കെ, ഒലിവർ ക്രോംവെല്ല് എന്ത് ചെയ്യുന്നു? പാർലമെന്റിന്റെ ആർമിയുടെ ചീഫ് ആയിട്ട് വരുന്നത്, അല്ലെങ്കിൽ പാർലമെന്റ് ആർമി ഒലിവർ ക്രോംവെല്ലിന്റെ നേതൃത്വത്തിൽ വരുന്നത് ഏത് ഓർഡിനൻസിലൂടെയാണ് ചോദിച്ചാൽ ഏത് ഓർഡിനൻസിലൂടെയാണ്? മിലിഷ്യ ഓർഡിനൻസിലൂടെയാണ് വരുന്നത്. കാര്യം പാർലമെന്റിൽ ഒരു ഡിവിഷൻ വരുവാണ്. ലോങ് പാർലമെന്റ് ആണ്, പാർലമെന്റ് റെസൊല്യൂഷൻ ഇല്ല, പാർലമെന്റ് ഡിവിഷൻ വന്നു. ആ ഡിവിഷൻ വന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? ചാൾസ് ഫസ്റ്റ് എന്ത് ചെയ്യുന്നു? എഗെയിൻ അവിടെ ഒരു മൊണാർക്കി എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് നോക്കുന്നു. അദ്ദേഹത്തിന്റെ ആർമിയും കൂടെ എന്ത് ചെയ്യുന്നു? പാർലമെന്റിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് നോക്കുന്നു. ആ സമയത്താണ് എന്ത് ചെയ്യുന്നത്? മിലിഷ്യ ഓർഡിനൻസ് എന്ന് പറയുന്ന ഓർഡിനൻസ് എന്ത് ചെയ്യുന്നു? പാർലമെന്റ് പാസ്സാക്കുന്നു. ആ ഓർഡിനൻസിലൂടെ എന്ത് ചെയ്യുന്നു? ഒലിവർ ക്രോംവെൽ എന്തായിട്ട് വരുന്നു? പാർലമെന്ററി ആർമിയുടെ തലപ്പത്തേക്ക് വരുന്നു. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഈ ഒലിവർ ക്രോംവെല്ലിന്റെ ആർമിയും ദെൻ ഈ ചാൾസിന്റെ ആർമിയും കൂടെ എന്ത് ചെയ്യുന്നു? കുറച്ച് ക്ലാഷും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അങ്ങനെ അവസാനം എന്ത് ചെയ്യുന്നു? ചാൾസ് ഫസ്റ്റിനെ എന്ത് ചെയ്യുന്നു? എക്സിക്യൂട്ട് ചെയ്യുന്നു. കാര്യം പാർലമെന്റിനെ എന്ത് ചെയ്യുന്നു? ചാൾസ് ഫസ്റ്റ് എന്ത് ചെയ്യാണ്? എതിർക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ചാൾസ് ഫസ്റ്റിനെ എന്ത് ചെയ്യുന്നു? എക്സിക്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, ഒലിവർ ക്രോംവെല്ലിന്റെ സമയത്താണ് എന്ത് ചെയ്യുന്നത്? ചാൾസ് ഫസ്റ്റിനെ എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പൊ ചാൾസ് ഫസ്റ്റിനെ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും എഗെയിൻ ഇംഗ്ലണ്ടിൽ ത്രോണിൽ ആര് വരുന്നു? ഒലിവർ ക്രോംവെല്ല് വരുന്നു. ഒലിവർ ക്രോംവെല്ലിന്റെ ഒരേ ഒരു പ്രത്യേകത മാത്രമേ ഉള്ളൂ, ഇദ്ദേഹമാണ് ഇന്ന് കാണുന്ന ഗ്രേറ്റ് ബ്രിട്ടൻ ഉണ്ടാക്കിയ ആളെന്ന് പറയുന്നത്. നമുക്കറിയാം ഗ്രേറ്റ് ബ്രിട്ടൻ എന്ന് പറഞ്ഞാൽ 3 കൺട്രീസ് ചേരുന്നതാണ് അല്ലെ? മുകളിൽ എന്തുണ്ട്? സ്കോട്ട്ലൻഡ് ഉണ്ട്, ഇവിടെ എന്തുണ്ട്? ഇംഗ്ലണ്ട് ഉണ്ട്, ദെൻ ഇവിടെ എന്തുണ്ട്? നോർത്തേൺ അയർലൻഡ് ഉണ്ട്. ഇപ്പൊ നോർത്തേൺ അയർലൻഡ് ഇത്രയും ഭാഗമാണ് എന്തെന്ന് പറയുന്നത്? UK എന്ന് പറയുന്നത്. ഗ്രേറ്റ് ബ്രിട്ടൻ എന്ന് പറഞ്ഞാൽ ഏതാണ്? സ്കോട്ട്ലൻഡും ഇംഗ്ലണ്ടും കൂടെ ചേരുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഗ്രേറ്റ് ബ്രിട്ടൻ എന്ന് പറയുന്നത്. അപ്പൊ ഗ്രേറ്റ് ബ്രിട്ടൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്ത റൂളറാണ് ആരെന്ന് പറയുന്നത്? ഒലിവർ ക്രോംവെൽ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ ചാൾസ് ഫസ്റ്റിനെ എക്സിക്യൂട്ട് ചെയ്യുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു? ഒലിവർ ക്രോംവെല്ലിനെ എന്ത് ചെയ്യുന്നു? അവിടുത്തെ പാർലമെന്റ് അവിടുത്തെ എന്തായിരുന്നു? കിങ് ആയിട്ട് അപ്പോയിന്റ് ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേന് ഒലിവർ ക്രോംവെല്ലിന്റെ അടുത്ത് പറയും, നിങ്ങൾ ഇപ്പോൾ കീപ്പ് ചെയ്തിരിക്കുന്ന ആർമി ഒന്നും നിങ്ങൾ എന്ത് ചെയ്യല്ല, അതുപോലെ വെക്കല്, കുറച്ച് നേരത്തെ എന്ത് ചെയ്യണം? ഡിസ്മാൻഡിൽ ചെയ്യണം എന്ന് പറയുന്നു. അപ്പൊ എന്ത് ചെയ്യുന്നു? ഒലിവർ ക്രോംവെല്ല് പറയുന്നു ഡിസ്മാൻഡിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നു? ഒരു ഡിക്റ്റേറ്റർഷിപ്പ് എന്ത് ചെയ്യുന്നു? ഇംഗ്ലണ്ടിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യുന്നു? ഒലിവർ ക്രോംവെൽ എന്ത് ചെയ്യുന്നു? ഒലിവർ ക്രോംവെൽ ഡെത്ത് ആവുന്നു. അതിനുശേഷം ആര് അധികാരത്തിലേക്ക് വരുന്നു? ചാൾസ് സെക്കൻഡ് അധികാരത്തിലേക്ക് വരുന്നു. ഓക്കെ, ചാൾസ് സെക്കൻഡിന്റെ ഒറ്റ ഇമ്പോർട്ടൻസ് മാത്രമേ ഉള്ളൂ. കാര്യം ഒലിവർ ക്രോംവെല്ലിന്റെ ഈ ഒരു ഡിക്റ്റേറ്റർഷിപ്പ് ഉണ്ട്. കാര്യം ഒലിവർ ക്രോംവെല്ലിനെ ഒരു പ്രൊട്ടക്ടർ ആയിട്ടാണ് അവർ കണ്ടത്. പ്രൊട്ടക്ടർ ഓഫ് ലോഡ് എന്നാണ് ആരെ അറിയപ്പെടുന്നത്? ഈ പറയുന്ന ഒലിവർ ക്രോംവെല്ലിനെ അറിയപ്പെടുന്നത്. അദ്ദേഹം തന്നെയാണ് പറയുന്നത് ലോർഡ് പ്രൊട്ടക്ടർ എന്ന് വിളിക്കുന്നത്. അങ്ങനെ നമുക്കിത് പരീക്ഷ ചോദിക്കാം. ലോർഡ് പ്രൊട്ടക്ടർ എന്ന് അറിയപ്പെടുന്ന ആരെന്ന് ചോദിച്ചാൽ ആരാണ്? ഒലിവർ ക്രോംവെല്ലാണ് ലോർഡ് പ്രൊട്ടക്ടർ എന്ന് അറിയപ്പെടുന്നത്. ദെൻ ചാൾസ് സെക്കൻഡ് എന്ത് ചെയ്യുന്നു? ഒലിവർ ക്രോംവെല്ലിന് ശേഷം അധികാരത്തിലേക്ക് വരുന്നു. ഈ ചാൾസ് സെക്കൻഡിന്റെ സമയത്താണ് എന്ത് ചെയ്യുന്നത്? ഈ പ്രൊട്ടസ്റ്റന്റ് ഗ്രൂപ്പ് ഞാൻ പറഞ്ഞായിരുന്നു, ഈ പറയുന്ന ചാൾസ് സെക്കൻഡും മറ്റവരൊക്കെ എന്താണ്? കത്തോലിക്കൻ വിശ്വാസികളാണ്. പിന്നെ അവിടെ ഉള്ള അടുത്ത ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൊട്ടസ്റ്റൻസ് ആണ്. ഈ പ്രൊട്ടസ്റ്റൻസ് എന്ത് ചെയ്യുന്നു? രണ്ടായിട്ട് ഡിവൈഡ് ആവുന്നു, വിഗ് എന്നും ടോറി എന്നും പറഞ്ഞിട്ട്. ഓക്കെ, വിഗ് എന്നും ടോറി എന്നും പറഞ്ഞിട്ട് 2 ഫ്രാക്ഷൻസ് ആയിട്ട് എന്ത് ചെയ്യുന്നു? ഡിവൈഡ് ആവുന്നു. അതിൽ വിഗ് എന്ന് പറഞ്ഞാൽ എന്താണ്?
പാർലമെന്റിനെ സപ്പോർട്ട് ചെയ്യുന്നവരും, ടോറി എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടുത്തെ കിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഇങ്ങനെയും ക്വസ്റ്റ്യൻ വരാം, പാർലമെന്റ് അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റന്റ്സ് അല്ലെങ്കിൽ ആംഗ്ലിക്കൻ ചർച്ച് വിഗ് എന്നും ടോറി എന്നും ഡിവൈഡ് ആയത് ആരുടെ സമയത്താന്ന് ചോദിച്ചാൽ ആരുടെ സമയത്താണ്? ചാൾസ് സെക്കൻഡ് സമയത്താണ് എന്ത് ചെയ്യുന്നത്, അവര് സ്പ്ലിറ്റ് ആവുന്നത്. ഓക്കെ, അപ്പൊ ചാൾസ് സെക്കൻഡ് വരുന്നു. ചാൾസ് സെക്കൻഡിന് ശേഷം അടുത്ത വരുന്ന റൂളറാണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ ജെയിംസ് സെക്കൻഡ്. ഓക്കെ, ഈ ജെയിംസ് സെക്കൻഡിന്റെ സമയത്താണ് എന്ത് നടക്കുന്നത്? ഈ പറയുന്ന ഗ്ലോറിയസ് റെവല്യൂഷൻ നടക്കുന്നത്. കാര്യം ജെയിംസ് സെക്കൻഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്യുവർ കത്തോലിക്കൻ വിശ്വാസിയാണ്. ദെൻ അദ്ദേഹം എന്ത് ചെയ്യുന്നു? കത്തോലിക്കൻസിന് ഫേവർ ആയിട്ട് എന്ത് ചെയ്യുന്നു? പലതരത്തിലുള്ള കാര്യങ്ങളും എന്ത് ചെയ്യുന്നു? ഇംഗ്ലണ്ടിൽ ചെയ്യുന്നു. അപ്പൊ അത് കണ്ടിട്ട് എന്ത് ചെയ്യുന്നു? ഈ വിഗും ടോറിയും സെപ്പറേറ്റഡ് ആയിട്ടിരുന്ന ഈ വിഗും ടോറിയും കൂടെ യുണൈറ്റഡ് ആയിട്ട് എന്ത് ചെയ്യുന്നു? അവര് ജെയിംസിന്റെ മകളായിട്ടുള്ള ആരെ? നമ്മുടെ മേരി സെക്കൻഡിനെയും അവരുടെ ഹസ്ബൻഡ് ആയിട്ടുള്ള വില്യം തേർഡിനെ എന്ത് ചെയ്യുന്നു? ഇംഗ്ലണ്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്യുവാണ്. ഇംഗ്ലണ്ടിൽ എന്ത് ചെയ്യാനായിട്ട്? ത്രോണിലേക്ക് വരാനായിട്ട് ജെയിംസ് സെക്കൻഡിന്റെ ഡെത്തിന് ജെയിംസ് സെക്കൻഡിന്റെ സമയത്ത്. അങ്ങനെ എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന മേരിയും വില്യം കൂടെ എന്ത് ചെയ്യുന്നു? ഇംഗ്ലണ്ടിലേക്ക് വരുന്നു. ആ സമയത്ത് എന്ത് ചെയ്യുന്നു? ജെയിംസ് സെക്കൻഡ് എന്ത് ചെയ്യുന്നു? അങ്ങോട്ടേക്ക് ഫ്രാൻസിലേക്ക് എന്ത് ചെയ്യുന്നു? പലായനം ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗ്ലോറിയസ് റെവല്യൂഷൻ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആയിട്ട് ഒരു പിക്ചർ കിട്ടിയോ? എവിടെയെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? ബാക്ക് ഡ്രോപ്പ് ഞാൻ നിങ്ങൾക്ക് ഓർക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റ്സ് ആണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് എന്ന് പറയുന്നത്. അതിൽ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പൊ അതിലെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇപ്പം കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവണം. ഓക്കെ ആണോ? മനസ്സിലായോ? ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ? ഓക്കെ, 1-2 ക്ലാസ് വരാകുമ്പോൾ ഞാൻ ഒരു ഫുൾ ഫ്ലോയിലാവും. ഇതിപ്പോ ഫസ്റ്റ് ക്ലാസ് ഇങ്ങനെ ആയതുകൊണ്ടാണ് എന്താ പറയുന്ന ആ ഒരു ചെറിയൊരു ഡിസ്റ്റർബൻസ് എനിക്കും ഉണ്ട്. ഓക്കെ, അത് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ഓക്കെ, നോ പ്രോബ്ലം, ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഫൈൻ. അപ്പൊ ക്ലിയർ ആണല്ലോ? പക്ക സെറ്റ് ആണല്ലോ? ഇതാണ് ഗ്ലോറിയസ് റെവല്യൂഷൻ എന്ന് പറയുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഗ്ലോറിയസ് റെവല്യൂഷൻ ഇല്ല? ഓക്കെ, പക്ക കിട്ടി. ഓക്കെ, ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്നും കൂടെ ഞാൻ ഗ്ലോറിയസ് റെവല്യൂഷൻ റിപ്പീറ്റ് ചെയ്യാം. നിങ്ങൾ എൻ്റെ കൂടെ മനസ്സിൽ റിപ്പീറ്റ് ചെയ്യുക. 1688 ഇംഗ്ലണ്ടിൽ നടക്കുന്ന റെവല്യൂഷൻ ആണ് എന്തെന്ന് പറയുന്നത്? ഗ്ലോറിയസ് റെവല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ പറയുന്ന ഗ്ലോറിയസ് റെവല്യൂഷന്റെ മറ്റു പേരുകൾ എന്തൊക്കെയാണ്? ഇംഗ്ലണ്ടിലെ ഗ്രേറ്റ് റെബല്യൻ, അല്ലെങ്കിൽ ബ്ലഡ് ഷെഡ് റെബല്യൻ, അല്ലെങ്കിൽ ബ്ലഡ് ഷെഡ് റെവല്യൂഷൻ എന്നൊക്കെ അറിയപ്പെടുന്ന ഏതാണ്? ഈ പറയുന്ന ഗ്ലോറിയസ് റെവല്യൂഷൻ ആണ്. ഗ്ലോറിയസ് റെവല്യൂഷൻ നടക്കുന്നത് ആരുടെ സമയത്താന്ന് ചോദിച്ചാൽ ആരുടെ സമയത്താണ്? ജെയിംസ് സെക്കൻഡിന്റെ സമയത്താണ് എന്ത് നടക്കുന്നത്? ഗ്ലോറിയസ് റെവല്യൂഷൻ നടക്കുന്നത്. ഗ്ലോറിയസ് റെവല്യൂഷന്റെ പ്രധാനപ്പെട്ട ഔട്ട്കംസ് എന്തൊക്കെയാണ്? ജെയിംസ് സെക്കൻഡിനെ മാറ്റിയിട്ട് അവിടെ എന്ത് വരുന്നു? കത്തോലിക്ക വിശ്വാസക്കാരനായിട്ടുള്ള ജെയിംസ് സെക്കൻഡിനെ മാറ്റിയിട്ട് അവിടെ ആര് വരുന്നു? ജെയിംസ് സെക്കൻഡിന്റെ മകളായിട്ടുള്ള മേരി സെക്കൻഡും മേരി സെക്കൻഡിന്റെ ഹസ്ബൻഡ് ആയിട്ടുള്ള ആരും വരുന്നു? വില്യം തേർഡും എന്ത് ചെയ്യുന്നു? ഇംഗ്ലണ്ടിന്റെ ത്രോണിലേക്ക് വരുന്നു. അവരെ ഇൻവൈറ്റ് ചെയ്യുന്ന ആരാണ്? ഈ പറയുന്ന വിഗും ടോറിയും കമ്പൈൻഡ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? അവരെ ഇൻവൈറ്റ് ചെയ്യുന്നത്. അപ്പൊ അവർ വന്നു കഴിയുമ്പോഴത്തേനും എന്ത് സംഭവിക്കും? ഈ ജെയിംസ് സെക്കൻഡ് ഇംഗ്ലണ്ട് വിട്ടിട്ട് ഫ്രാൻസിലേക്ക് പോകും. ഇതാണ് എന്തെന്ന് പറയുന്നത്? ഗ്ലോറിയസ് റെവല്യൂഷൻ. ഓക്കെ, പ്രധാനപ്പെട്ട ഔട്ട്കംസ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഒന്ന് എന്ത് ചെയ്തു? ജെയിംസ് സെക്കൻഡ് മാറിയിട്ട് അവിടെ ആര് വരുന്നു? മേരി സെക്കൻഡും വില്യം തേർഡും ഇംഗ്ലണ്ടിന്റെ റൂളേഴ്സ് ആയിട്ട് വരുന്നു. ദെൻ രണ്ടാമത്തെ കാര്യം എന്താണ്? ഡെസ്പോട്ടിക് റൂൾ എന്ത് ചെയ്തു? അവസാനിച്ചു. അല്ലെങ്കിൽ ഒരു അബ്സല്യൂട്ട് മൊണാർക്കി ഇംഗ്ലണ്ടിൽ അവസാനിച്ചത് ഏത് റെവല്യൂഷനിലൂടെയാണെന്ന് ചോദിച്ചാൽ ഏത് റെവല്യൂഷനിലൂടെയാണ്? നമ്മുടെ ഗ്ലോറിയസ് റെവല്യൂഷനിലൂടെയാണ്. ദെൻ മൂന്നാമത്തെ പോയിന്റ് എന്താണ്? പാർലമെന്റിന് സൂപ്രമസി കിട്ടിയത് അല്ലെങ്കിൽ ഒരു ഡെമോക്രാറ്റിക് പാർലമെന്ററി സിസ്റ്റം എസ്റ്റാബ്ലിഷ്ഡ് ആയതും ഏതിലൂടെയാണ്? ഈ പറയുന്ന ഗ്ലോറിയസ് റെവല്യൂഷനിലൂടെയാണ്. ക്ലിയർ? ഇത്രയാണ് എന്തെന്ന് പറയുന്നത്? ഗ്ലോറിയസ് റെവല്യൂഷന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഇനി പാർലമെന്റിന് സൂപ്രമസി കൊടുത്ത ആക്ട് ഏതാന്ന് ചോദിച്ചാൽ ഏതാണ്? ബിൽ ഓഫ് റൈറ്റ്സ് ആണ്. 1689 ഈ ബിൽ ഓഫ് റൈറ്റ്സിൽ പറയുന്ന കാര്യങ്ങൾ എന്താണ്? എന്തൊക്കെയാ പറയുന്നത്? പാർലമെന്റിന് എന്താണ്? കൂടുതൽ അധികാരം കൊടുക്കണം. ദെൻ എന്താണ്? കത്തോലിക് കിങ്സ് ഒരു കാരണവശാലും എന്ത് വരല്ലേ? ബ്രിട്ടന്റെ ക്രൗൺ ആയിട്ട് വരാൻ പാടില്ല. പ്രൊട്ടസ്റ്റൻസ് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ബ്രിട്ടന്റെ ക്രൗൺ ആയിട്ട് വരാൻ പാടുള്ളൂ. ഇത്രയാണ് ബിൽ ഓഫ് റൈറ്റ്സിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? പിന്നെ നമ്മൾ പറഞ്ഞ ആ റൂളേഴ്സിന്റെ കാര്യങ്ങൾ. റൂളേഴ്സിന്റെ കാര്യം പറയുമ്പോൾ ആദ്യത്തെ ആൾ ആരാണ്? ജെയിംസ് ഫസ്റ്റ് ആണ്. ജെയിംസ് ഫസ്റ്റിന്റെ കാലത്ത് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അതിനുശേഷം വരുന്ന ചാൾസ് ഫസ്റ്റിന്റെ സമയത്താണ് എന്തൊക്കെ വരുന്നത്? അവിടെ എന്ത് വരുന്നത്? ലോങ് പാർലമെന്റ് വരുന്നത്. ഓക്കെ, ലോങ് പാർലമെന്റ് വരുന്ന ആക്ട് ഏതാണ്? 1641 ഡെസല്യൂഷൻ ആക്ട് അല്ലെങ്കിൽ ട്രിനൽ ആക്ടിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? ലോങ് പാർലമെന്റ് വരുന്നത്. ഓക്കെ, പിന്നെന്ത് ചെയ്യുന്നു? ഈ പറയുന്ന ചാൾസ് ഫസ്റ്റിന്റെ കാലഘട്ടത്തിൽ തന്നെയാണ് എന്ത് ചെയ്യുന്നത്?
ഒലിവർ ക്രോംവെല്ലിന്റെ നേതൃത്വത്തിൽ ന്യൂ മോഡൽ ആർമി എന്ന് പറഞ്ഞ പാർലമെന്ററി ആർമി എസ്റ്റാബ്ലിഷ്ഡ് ആവുന്നത്. ഓക്കെ, പിന്നെന്ത് ചെയ്യുന്നു? അതിനുശേഷം ഇംഗ്ലണ്ട് കാണുന്നതെന്ന് പറയുന്നത് എന്താണ്? ഈ ഒലിവർ ക്രോംവെല്ലിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഡിക്റ്റേറ്റർഷിപ്പ് ഗവൺമെന്റ് ആണ് നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റുന്നത്. ഓക്കെ, ഒലിവർ ക്രോംവെല്ലിനെയാണ് ലോർഡ് പ്രൊട്ടക്ടർ എന്നറിയപ്പെടുന്ന ആരെയാണ്? ഒലിവർ ക്രോംവെല്ലിനെയാണ്. ഒലിവർ ക്രോംവെല്ലിന് ശേഷം വരുന്ന ആരാണ്? ചാൾസ്